ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പാകിസ്ഥാനിലെ ഷിയ മുസ്ലിം വിഭാഗങ്ങളോട് ഇറാനിലേക്ക് പോകാൻ പറഞ്ഞ പാക് സൈനിക മേധാവി അസിം മുനീറിന്റെ നിലപാടിനെതിരെ ഭാരതം ന്യൂനപക്ഷങ്ങളെ ആസൂത്രിതമായി ദ്രോഹിക്കുന്ന പാകിസ്ഥാന്റെ നിലപാടാണ് ഇതോടെ പുറത്തു വന്നത് എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. പാകിസ്ഥാനിലെ ഭരണകൂടം നടത്തുന്ന വിവേചനത്തിന്റെ തെളിവാണ് ഇത്തരം നടപടിയെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. Such comments are not isolated incidents, but are part of Pakistan's systematic or systemic victimization of its minorities, including the Shia minority in that country. The shrinking numbers of minorities in Pakistan over several decades reflect the kind of fear, persecution, oppression and neglect that they have had to endure at the hands of the Pakistani state. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, നമുക്കറിയാം പാകിസ്ഥാനിൽ ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള മുസ്ലിം മതത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ രൂക്ഷമായി തർക്കം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടെയാണ് പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുന്ന ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ ഷിയ മുസ്ലിം വിഭാഗങ്ങൾ ഇറാനിലേക്ക് പോകാൻ അവിടുത്തെ സൈനിക മേധാവി ആവശ്യപ്പെടുന്നു. വളരെയധികം കലാപ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന പുറത്തു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഐസൺ ജോസ്. വിനോദ്, ഈ വിഷയത്തിൽ പരാമർശിച്ചത്, അതായത് അസിം മുനീറിൻ്റെ വിവാദമായ പരാമർശമുണ്ടായത് ഇറാനെ അത്രമേൽ സ്നേഹിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ വിടണമെന്നൊരു നിലപാടാണ് അസിം മുനീർ പറഞ്ഞത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഒരു ഇസ്ലാമിക പുരോഹിത വിഭാഗത്തിൻ്റെ ഒരു സമ്മേളനത്തിലാണ് അസിം മുനീറിൻ്റെ ഇത്രയും വിവാദപരമായൊരു നിലപാടുണ്ടായത്. ഷിയ മുസ്ലിമുകൾക്ക് അത്രമാത്രം ഇഷ്ടം ഇറാനോടുണ്ടെങ്കിൽ പാകിസ്ഥാൻ വിടണമെന്നൊരു നിലപാട്, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഷിയ മുസ്ലിമുകൾ ഇറാനിലേക്ക് പോകണമെന്ന രീതിയിലുള്ളൊരു പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രത്യേകിച്ചും അതൊരു സൈനിക മേധാവിയുടെ, അതും വലിയ രീതിയിലുള്ള അധികാരങ്ങൾ കൈയാളുന്ന സൈനിക മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ജനങ്ങൾക്കിടയിൽ അത് വലിയ ആശങ്ക, അല്ലെങ്കിൽ ഈ ഷിയ മുസ്ലിമുകൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെയാണ് ഭാരതത്തിൻ്റെ കൃത്യമായൊരു പ്രതികരണമുണ്ടായത്. ഭാരതത്തിൻ്റെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്, ഇത് തുടർച്ചയായും കൃത്യമായും ആസൂത്രിതമായും പാകിസ്ഥാൻ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മുസ്ലിമുകൾക്കെതിരെ തന്നെ നടത്തുന്ന ഒരു ആക്രമണത്തിൻ്റെ ഒരു തെളിവാണ്. ഇത്തരത്തിലുള്ള ഭയത്തിൻ്റെയും അതുപോലെ തന്നെ വിവേചനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു വിഭാഗത്തെ ഭയപ്പെടുത്തി നിർത്തുകയും ഒരു രാജ്യത്ത് അവരെ കീഴിൽ നിർത്തുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യത്തെയും തുല്യതയെയും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇതിലൂടെ പുറത്തു വന്നത്. ഇത് തന്നെയാണ് 70 വർഷങ്ങളായി പാകിസ്ഥാൻ ഉണ്ടായി, 70 വർഷങ്ങളോളമായി അല്ലെങ്കിൽ 7 ദശാബ്ദക്കാലമായി തുടരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളോട്, അതായത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇത്തരത്തിൽ വിവേചനത്തോടെ പെരുമാറുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നതിനെതിരെ അതിശക്തമായൊരു പ്രതികരണമാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ മറ്റു വിഭാഗങ്ങളിലെ ഇത്തരത്തിലുള്ള വിവേചനം അനുഭവിക്കുന്നവർക്ക് ഭാരതത്തിലേക്ക് തിരിച്ചു വരാൻ വരെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയ നിയമനിർമ്മാണം പോലും നടത്തിയ ഒരു ചരിത്രം ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതികരണം ഇക്കാര്യത്തിൽ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരു കടുത്ത നിലപാടിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ വിവേചനങ്ങളുടെ, മതത്തിൻ്റെ പേരിൽ നടക്കുന്ന വിവേചനങ്ങളുടെയും വിശ്വാസധാരകളുടെ പേരിൽ നടക്കുന്ന വിവേചനങ്ങളുടെയും ആ സാമൂഹ്യ അസമത്വത്തിൻ്റെയും എതിരായ കൃത്യമായ നിലപാടാണ് ഭാരതം മുന്നോട്ട് വെച്ചത്. ഭാരതത്തിൽ ഇതിൽ താല്പര്യമുണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അതിൻ്റെ ഒരു ഉപദ്രവം അല്ലെങ്കിൽ അതിൻ്റെ ദുരിതം ഭാരതവും ചുമക്കേണ്ടി വരുമെന്ന ഭാരതത്തിൻ്റെതായ ആഭ്യന്തര വിഷയവും ഇതിൽ നിഴലിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യവുമുണ്ട്. വിനോദ്, ഐസൺ, ഒരു കാര്യം കൂടി, പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇറാനെ പോലും പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണല്ലോ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പൊതുവേ ഇറാനോട് ഒരു മൃദു സമീപനം പാകിസ്ഥാൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത്തരമൊരു പ്രസ്താവന വരുമ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സമീപനമല്ലേ പാക് സൈനിക മേധാവി നടത്തിയിട്ടുള്ളത് ഐസൺ? തീർച്ചയായും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇതിനൊരു പ്രതികരണം ഉണ്ടായേക്കുമെന്ന സൂചനകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് ഇറാൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. പക്ഷേ തങ്ങളുടെ രാജ്യത്തെ കൃത്യമായി പരാമർശിച്ചു എന്നൊരു നിലപാട് ഇറാൻ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അത് ഗൗരവമേറിയ വിഷയമായി മാറാനുള്ള സാഹചര്യമുണ്ട്. അതിൽ കൃത്യമായി പറയുന്നത്, അസിം മുനീറിൻ്റെ വാക്കുകളിലുണ്ടായത്, ഇറാനെ അത്രമേൽ സ്നേഹിക്കുകയാണെങ്കിൽ അവർ പാകിസ്ഥാൻ വിടണമെന്ന നിലപാടാണ് പറഞ്ഞത്. അത് ഷിയ മുസ്ലിമുകളെക്കുറിച്ച് പറഞ്ഞൊരു നിരീക്ഷണം തന്നെയാണ്. ഷിയ മുസ്ലിം
ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പക്ഷേ ഇറാൻ ആ കാര്യത്തിൽ ചില നിലപാടുകൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ അമേരിക്കയുമായി കൂടുതൽ അടുക്കുകയും ആ അടുക്കുന്നൊരു സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, പലതവണ ക്ഷണിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ട്. അസീം മുനീറുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയ സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ അമേരിക്കയുമായി കൂടുതൽ അടുക്കുകയും അമേരിക്ക ഇപ്പോൾ ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ഒരു സാഹചര്യം നിലനിൽക്കുകയും ഇസ്ലാമാബാദിൽ തുടർ ചർച്ചകൾ നടത്താനുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഇറാനെ പ്രകോപിപ്പിക്കാനുള്ള ഒരു കാരണമായി, ഇന്നത്തെ പശ്ചാത്തലത്തിൽ അതൊരു കാരണമായി മാറാനുള്ള, അല്ലെങ്കിൽ അത് ട്രിഗർ ചെയ്യാനുള്ള ഒരു കാരണമായി മാറാനുള്ള ഒരു സാഹചര്യവും തള്ളിക്കളയാനാവില്ല. വളരെ വ്യക്തമായ വിശകലനമാണ് ഐസൻ ജോസ് നടത്തിയത്. പാകിസ്ഥാനിലെ ഷിയ മുസ്ലിം വിഭാഗങ്ങളോട് ഇറാനിലേക്ക് പോകാൻ പറഞ്ഞ പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ നിലപാടിനെതിരെ ഭാരതം ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. ന്യൂനപക്ഷങ്ങളെ ആസൂത്രിതമായി ദ്രോഹിക്കുന്ന പാകിസ്ഥാന്റെ നിലപാടാണ് ഇതോടെ പുറത്തു വന്നത് എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിക്കുന്നു. പാകിസ്ഥാനിലെ ഭരണകൂടം നടത്തുന്ന വിവേചനത്തിന്റെ തെളിവാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി.